السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ നാളുകളായി ഞാൻ കറാമത്ത് വിഷയം ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ട്, കാരണം CM വലിയുല്ലാഹി CM അബൂബക്കർ മുസ്ലിയാർ മടവൂർ സ്വദേശി എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരുപാട് കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അതൊരു പ്രത്യേക ബിസിനസ്സാണ്, അതൊരു പ്രത്യേക കച്ചവടമാണ്, അത് പ്രത്യേകമായ ഒരു ജീവിത മാർഗമാണ്. കുറേ ആളുകളുടെ അള്ളാഹു പലർക്കും പല ജീവിത മാർഗമാണല്ലോ കൊടുക്കുക. അത്തരത്തിലുള്ള ഒരു ജീവിത മാർഗമായി ഒരുപാട് ആളുകൾ കണ്ടെത്തിയിരിക്കുന്നതാണ് CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മടവൂർ സ്വദേശിയാണ്. അദ്ദേഹം മടവൂരിൽ താമസിച്ച ആളാണ്. അവിടെ പള്ളിജോലി ചെയ്ത ആളാണ്. വേലൂരിൽ നിന്ന് പാസ്സായതാണ്. ഒക്കെ ശരിയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം അദ്ദേഹത്തിൻ്റെത് വളരെ പരിശുദ്ധവുമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മാറുകയും എന്തോ ഏതോ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ റൂട്ട് മാറുകയും അതുവരെ ശീലിച്ചിരുന്ന മുഴുവൻ ആരാധനാ കാര്യങ്ങളും ഉപേക്ഷിക്കുകയും ആ വഴിക്ക് അദ്ദേഹം പിന്നീട് തിരിഞ്ഞു നോക്കാതെ ഇതൊന്നും വേണ്ടെന്ന ഒരു മാർഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയും ആ സഞ്ചരിച്ച കാലയളവിൽ അധികം പണ്ഡിതന്മാരും അദ്ദേഹവുമായി ബന്ധപ്പെടുവാനോ അദ്ദേഹത്തെ കാണുവാനോ ഒന്നും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരു നല്ല സ്വഭാവത്തിലുണ്ടായിരുന്ന ആളാണ്. പിന്നീട് എന്തു പറ്റി അല്ലാഹു ആലം, എന്തുമാകട്ടെ, അയാളുടെ വഴിക്ക് പോകട്ടെ എന്നൊരു കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ എടുത്തു. അതുകൊണ്ട് തന്നെ ആരും ആ വഴിക്ക് പോയില്ല, അതിൻ്റെ പുറകെ അന്വേഷിച്ചില്ല. എന്നാൽ അദ്ദേഹം മരിച്ചു. സാധാരണ മനുഷ്യന്മാരൊക്കെ മരിക്കുന്ന പോലെ അദ്ദേഹവും മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഖബറ് വേറൊരു സ്ഥലത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയൊക്കെ ഉണ്ടായെങ്കിലും അവസാനം അദ്ദേഹം ജോലി ചെയ്തിരുന്ന പള്ളി, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള പള്ളിയുടെ ഖബർസ്ഥാനിൽ തന്നെ അടക്കി. അങ്ങനെ ആ അധ്യായം അവിടെ തീർന്നു. പക്ഷെ അവിടെ തീരാൻ കുറേ ആളുകൾ സമ്മതിച്ചില്ല. കാരണം ഇതൊരു വരുമാന മാർഗമാണെന്നും ഇതിനെ വളർത്തി പുഷ്ടിപ്പെടുത്തിയെടുത്താൽ ഇതിൽ ഒരുപാട് വിളവ് നമുക്കെടുക്കാൻ കഴിയുമെന്നും നമുക്കൊരുപാട് സ്ഥാപനങ്ങൾ നടത്താനും കേരളത്തിലുള്ള കുറേ അധികം ആളുകൾക്ക് വ്യക്തിപരമായി അവരുടെ വീടുകളിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ ഒരു ജീവിത മാർഗം ഉണ്ടാക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കിയ കുറേ തലയെക്കെട്ട് വിഭാഗം അദ്ദേഹത്തെ ഒരു കച്ചവട വസ്തുവായി ഉപയോഗപ്പെടുത്തുകയും ആ ഉപയോഗപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലമായി അദ്ദേഹം കുറേ അധികം ആളുകൾ അറിയുന്ന ഒരവസ്ഥ ഉണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഒരുപാട് മക്ബറകളുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി മഹാനവറുകളുടെ, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ, അതുപോലെ വരക്കൽ ഒരുപാട് മക്ബറകളുണ്ട്. മഹാന്മാരായ ഒരുപാട് സ്വാലിഹീങ്ങളുടെ മക്ബറകളുണ്ട്. ഈ മക്ബറകളിൽ ഒന്നിലും അവരുടെ മനാക്കബുകൾ, മദ്ഹുകൾ പാടിപ്പറയാൻ വേണ്ടി ഒരു പാണനും ഉണ്ടായിട്ടില്ല. പാടിപ്പറയാനൊരു പാണനുണ്ടാകണമല്ലോ. അങ്ങനെ ഒരു സ്വഭാവമേ മക്ബറകൾക്ക് ഒന്നിനുമില്ല. ആലുവായിലുണ്ട് മഹാനായ
മാടവന അബൂബക്കർ മുസ്ലിയാർ, കുറച്ചപ്പുറത്ത് മുടിക്കലിൽ തന്നെ കണിയാപുരത്തുകാരനായ അബ്ദുൾ റസാഖ് മസ്താൻ, അദ്ദേഹം ചാവക്കാട് വമ്പയനാട് മുദരിസായിരുന്ന ആളാണ്. വമ്പയനാട് മുദരിസായി ദർസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്, പണ്ഡിതനാണ്. അദ്ദേഹം ഉൾപ്പെടെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടവരും കാണാത്തവരുമായിട്ടുണ്ട്. ഈ ആലുവായിലുള്ള മുടിക്കലിലുള്ള മാടവന അബൂബക്കർ മുസ്ലിയാരെ മൂപ്പരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കണിയാപുരം അബ്ദുറസാഖ് മസ്താൻ അദ്ദേഹത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാന്യനായ പൊന്നുരുന്തി, മഹാനായ പൊന്നുരുന്തി കുഞ്ഞു മുസ്ലിയാർ തൊവ്വലല്ലാഹു ഉംറുഹു ആമീൻ, മഹാനവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹം ജോലി ചെയ്യുന്ന 50-70 കൊല്ലമായി അദ്ദേഹം ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് പള്ളിപ്പടി ഔലിയ എന്ന് പറഞ്ഞൊരു ഒരു ഔലിയുണ്ട്. ഇങ്ങനെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതും കാണാത്ത പോയ ഒരുപാട് ഔലിയാക്കന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ വടകര മുഹമ്മദ് ഉൾപ്പെടെ ആ ഔലിയാക്കന്മാരുടെ ഒന്നും മനാക്കിബുകളും അദ്ദേഹങ്ങൾ പാടിപ്പറയാനായിട്ടൊരു പാണനും ഒരു രംഗത്തില്ല, ഒരു കാഫിലയുമില്ല. കാരണം അവരുടെയൊക്കെ കറാമത്തും അവരുടെയൊക്കെ മധുവും അവരുടെയൊക്കെ പേരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്തിഖാമത്തിലൂടെ ചൊവ്വായ പാതയിൽ സഞ്ചരിക്കുക എന്ന ഖുർആൻ പറഞ്ഞല്ലോ, സിറാത്തുൽ മുസ്തഖീം, ആ മുസ്തഖീമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആഖിബത്ത് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾ. അതാണ് വിലായത്ത് എന്ന് പറയുന്നത്. വിലായത്ത് വലിയൻ്റെ യഥാർത്ഥ വലിയൻ്റെ ലക്ഷണം, അതിൽ കറാമത്ത് എന്ന് പറയുന്നത് തന്നെ ഇസ്തിഖാമത്ത് എന്നാണ്. പ്രായപൂർത്തി ഉണ്ടായ ബാല്യം മുതൽ വളരെ സൂക്ഷ്മമായ ജീവിതം നയിക്കുക, ആ ജീവിതത്തിലൂടെ തന്നെ മരണപ്പെട്ടു പോകുക. മഹാനായ ചാപ്പരങ്ങാടി വാപ്പു മുസ്ലിയാരെ പോലെ, അല്ലെങ്കിൽ ബഹുമാന്യനായ സമസ്തയുടെ ഒക്കെ പ്രസിഡന്റായിരുന്ന ബഹുമാന്യനായ കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പോലെ, അല്ലെങ്കിൽ ഒക്കെ ഉസ്താദിനെ പോലെ, അല്ലെങ്കിൽ ബഹുമാന്യനായ KK സദഖത്തുള്ള ഉസ്താദ് മൗലാന ബഹുമാനപ്പെട്ടവരെ പോലെ, ഇങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയാവുന്ന ആലിമീങ്ങൾ മഹാന്മാരുണ്ട്, മഹാരഥന്മാരായ ആലിമീങ്ങളുണ്ട്. ഇസ്തിഖാമത്ത് ചൊവ്വായ രീതിയിൽ സിറാത്തുൽ മുസ്തഖീം ആ ചൊവ്വായ മാർഗത്തിലൂടെ മാത്രം ജീവിച്ച് ഒരു കടുകിട മാറാതെ ളുഹായ് ഉൾപ്പെടെ തഹജ്ജുദ് ഉൾപ്പെടെ എന്തെല്ലാം സുന്നത്തുണ്ടോ മുഴുവനും സുന്നത്തുകളും എടുത്ത് നമസ്കരിച്ച് നോമ്പ് നോറ്റ് കൃത്യമായി ജീവിച്ച് ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വന്നുവിടാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാണ് വലിയെന്ന് പറയുന്നത്. അവരാണ് ഔലിയാക്കന്മാർ. അല്ലാതെ മസ്തായി കുറെ കാലം നടന്ന അതിൻ്റെ പേര് വേറെയാണ്, അവർക്ക് വേറെ പേരാണ്. ഏതും ആകട്ടെ, ഈ ബഹുമാനപ്പെട്ട ഈ CM വലിയുല്ലാഹി അബൂബക്കർ മുസ്ലിയാരെ മദ്ഹ് പറഞ്ഞ് പാടി പുകഴ്ത്താൻ ഒരു സംഘം കേരളത്തിൽ പ്രവർത്തിക്കുക. അദ്ദേഹത്തിന്റെ പേരിൽ മൗലിദ്, അദ്ദേഹത്തിന്റെ പേരിൽ ഉറൂസ്, ആണ്ട് നേർച്ച നടന്ന ഒരുപാട് വീടുകളുണ്ട്. അത് അവരുടെ വരുമാനം അവർക്ക്. ചില വീടുകളുണ്ട്. അബൂബക്കർ മുസ്ലിയാർ മടവൂരിന്റെ ആണ്ട് കഴിക്കുന്ന വീടുകളുണ്ട്. ആ കഴിക്കുന്നതിലുണ്ടാകുന്ന വരുമാനം ആ വീട്ടുകാർക്കുള്ളതാണ്. അത് അവർ കഴിക്കും, അവരുടെ വരുമാനം, അവരുടെ ജീവിതം അതാണ്. ഇങ്ങനെ നടന്നിരുന്ന ഈ CM വലിയുല്ലാഹിയുടെ കറാമത്തും ഒക്കെ പറയുകയും ഇല്ലാത്തത് ഉള്ളത് പറഞ്ഞോട്ടെ, ഉള്ളത് പറയാൻ വേണ്ടി ഇവര് യാത്രയാവേണ്ട യാതൊരു കാര്യമില്ലെന്ന് ഞങ്ങളീ പറയണത്. ഈ കറാമത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു സംഘടന ഉണ്ടാക്കി ഒരു ചാനൽ രൂപീകരിച്ച് കേരളം മുഴുവനോ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനോ കറങ്ങി നടന്ന് അബൂബക്കർ മുസ്ലിയാരെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ, നിങ്ങൾ ചോദിച്ച് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പ്രചരിപ്പിക്കാൻ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ എന്തിനാ ഏൽപ്പിക്കാത്ത ജോലി ചെയ്യണത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹുകൾ തേടി അന്വേഷിച്ച് പോയി പാടി പറഞ്ഞു അതല്ലല്ലോ. ഇത് ലക്ഷക്കണക്കിനോ എത്രയോ ഔലിയാക്കന്മാർ ഉള്ളതിൽ ഒരു വലിയാണെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ പാട് എന്തോ ആവട്ടെ, അള്ളാഹു ആയാലും. ഏതായാലും അതിൻ്റെ കറാമത്ത് പ്രചരിപ്പിക്കാൻ ഒരു ചാനൽ ഉണ്ടാക്കി കാണുന്ന ആളുകളെയൊക്കെ അന്വേഷിച്ച് നടന്ന് ഇത് തേടിപ്പിടിക്കുക. എന്താ അതുകൊണ്ടുള്ള ലക്ഷ്യം? എന്താ അതുകൊണ്ടുള്ള പ്രയോജനം?
ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയം ചർച്ച ചെയ്യലില്ല, സംസാരിക്കലുമില്ല, അതൊക്കെ നിർത്തിവെച്ചതാ. ഇപ്പം ഞാനിത് സംസാരിക്കാനുണ്ടായ കാരണം എന്താ, ഒരു മൂത്രക്കറാമത്ത് ഉണ്ട്. ഈ കാഫില സംഘം അവർ ഒരു ഇൻ്റർവ്യൂവിൽ പറയണതാ ഒരു മൂത്രക്കറാമത്ത്. എന്താ മൂത്രക്കറാമത്ത്? ആലുവയിൽ എവിടെയും കണ്ടുള്ള ഒരു കാക്കായാണ്. ആ കാക്കാനെ ചെന്ന് കണ്ടിട്ട് അയാളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് വലിയ അനുഭവം ഉണ്ട്. എന്താണ് അനുഭവം? ഞാൻ ആലുവയിലാണ്. ആലുവയിൽ ഞാനെങ്ങനെ അറിയാം? നിങ്ങൾ അങ്ങനെ പോയി അന്വേഷിച്ച് ഇൻ്റർവ്യൂ ചോദ്യമാണ് ചോദിച്ച് അങ്ങനെ നിങ്ങൾ എന്താ നിങ്ങൾക്ക് അനുഭവമുള്ളത്? ഒരനുഭവം ഉള്ളത്, ഈ CM അബൂബക്കർ മുസ്ലിയാർ എന്ന ഈ CM വലിയുള്ളാഹി വയനാട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നാലാം വളവിൽ എത്തിയപ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. ആർക്ക്? CM അബൂബക്കർ മുസ്ലിയാർക്ക്. CM വലിയുള്ളാഹി എന്ന CM അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഒന്ന് മൂത്രം ഒഴിക്കാനിരുന്നു. മൂത്രം ഒഴിച്ചപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഖബറിന്റെ പുറത്താണെന്നാണ് പറയണത്. ആ ഖബറിൽ കിടക്കുന്ന ആള് ഈ CMനോട് ചോദിച്ചു, നിനക്ക് എൻ്റെ നെഞ്ചത്താ മൂത്രം ഒഴിക്കാൻ കണ്ടോളൂ? നിനക്ക് എൻ്റെ നെഞ്ചത്താണ് മൂത്രം ഒഴിക്കാൻ കണ്ടോളൂ എന്ന്. അപ്പോൾ ഈ CM അബൂബക്കർ മുസ്ലിയാർ ഈ ദുനിയാവും ഇതിൻ്റെ ആഖിറവും അപ്പുറവും കണ്ണില്ലാതെ കാണുകയും കേൾക്കുകയും എവിടെ നടക്കണ കാര്യം അറിയുകയൊക്കെ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ CM അബൂബക്കർ മുസ്ലിയാർ മൂത്രം ഒഴിക്കാനിരുന്ന് അടുത്തൊരു ഖബറുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ ഇദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കറാമത്തായി പറയണത്? ഏത് മറഞ്ഞ കാര്യം അറിയുന്ന ആളാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയ ദുനിയാവിൽ നടക്കൂലാത്ത ഒരു കാര്യമില്ല എന്ന് പറയണു. അള്ളാഹൊന്നും പ്രശ്നമേ അല്ല, അല്ലാതെ കാര്യമേ അവിടെ ചർച്ചയില്ല. ഇയാളുടെ പേരിൽ മാത്രം ഫാത്തിഹ ഓതിയാൽ മതി. ഫാത്തിഹ ഓതി സൗദി പോകണമെന്നാണ് സൗദിയിലെത്തും. ഫാത്തിഹ ഓതി അമേരിക്ക പോകണമെന്നാണ് അമേരിക്കയിലെത്തും. ഫാത്തിഹ ഓതിയിട്ട് അസുഖം മാറണമെന്ന് പറഞ്ഞാൽ അസുഖം മാറും. ഇദ്ദേഹത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് എന്താവശ്യപ്പെടണം മുഴുവനും അക്ഷരം സാധിക്കുമെന്നാണ് ഈ സംഘം പ്രചരിപ്പിക്കുന്നത്. പച്ച കളവ് കെട്ടി കളവ് പറയുക ഇസ്ലാമിന്റെ പേരിൽ. അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളാണ്. എന്തു കാണും, എന്തു അറിയുന്ന ആളാ. ആ അറിയുന്ന ആൾ ഈ നാലാം വളവിൽ പോയി മൂത്രമൊഴിക്കാനിരുന്നപ്പോ മൂത്രമൊഴിക്കാനിരുന്ന് ഖബറിന്റെ പുറത്താന്ന്. അവിടെ ഖബറുണ്ടോ അള്ളാഹു നമുക്കറിഞ്ഞുകൂടാ. നാലാം വളവിലൂടെ ഒക്കെ വലിയ ഖബർസ്ഥാനോ പണ്ട് വല്ലവരും യുദ്ധം എന്തെങ്കിലും ഉണ്ടായിട്ടോ നമുക്കറിയില്ല. ഏതായാലും വല്ല വണ്ടി പറഞ്ഞ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോന്നും അറിയില്ല. ഏതും ആകട്ടെ, അവിടെ നാലാം വളവിൽ വെച്ച് വന്നപ്പോൾ മൂപ്പർക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. CM അബൂബക്കർ മുസ്ലിയാർക്ക്. അയാൾ മൂത്രം ഒഴിക്കാനിരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഖബറുണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല, ഇദ്ദേഹം അറിഞ്ഞില്ല, CM അബൂബക്കർ മുസ്ലിയാരും അറിഞ്ഞില്ല. മൂത്രം ഒഴിച്ചപ്പോഴേ ആ ഖബറിൽ നിന്ന് ഒരെണ്ണം ചോദ്യമാണ്, നിനക്ക് എൻ്റെ നെഞ്ചത്താ മൂത്രം ഒഴിക്കാൻ കണ്ടുള്ളോ? അത് കേട്ടതോടെ CM അബൂബക്കർ മുസ്ലിയാർ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മാറി അവിടെ ഒരു സ്ഥലത്തിരുന്ന് മൂത്രം ഒഴിച്ചു. അപ്പോഴും തദൈവ അവിടെ നിന്നും ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ നെഞ്ചത്താ മൂത്രം ഒഴിക്കാൻ കണ്ടുള്ളോ? ഉടനെ CM അബൂബക്കർ മുസ്ലിയാർ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറി ഒന്ന് മൂത്രം ഒഴിക്കാനുണ്ട്. അപ്പോഴവിടെ നിന്നും ഒരാള്, നിനക്ക് എൻ്റെ മേത്താ മൂത്രം ഒഴിക്കാൻ കണ്ടുള്ളോ? ഈ കണ്ട ഖബറൊന്നും അവിടെ കിടക്കണതാ ഈ ഔലിയ അറിഞ്ഞില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഔലിയ, ലോകത്ത് കിടക്കുന്ന എന്തും അറിയുന്ന ഔലിയ, ലോകത്തുള്ള ആര് എന്ത് എവിടെ വെച്ച് എങ്ങനെ വിളിച്ചാലും ആ ക്ഷണം ഉത്തരം ചെയ്യുന്ന ഔലിയ തൊട്ട് മൂത്രം ഒഴിക്കാനിരുന്ന ഖബറിന്റെ പുറത്തായിരുന്നു. അവിടെ ഖബറുണ്ടെന്ന് ഇയാൾക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പാപ്പരത്വം വേറെ എന്ത് പറയാനാ? ഈ മൊയ്ലിയാരെ നിലയെക്കെട്ടും കെട്ടിക്കൊണ്ട് ആളെ കൊണ്ട് പറയിപ്പിക്കണതാ. നിങ്ങൾ കണ്ണു നോക്ക്. വയനാട്ടിൽ നാലാം വളവുണ്ട്. നാലാം വളവിൽ കുറെ മക്കുപറയുണ്ട്. അത് CM മൊയ്ലി ഉള്ളതാണ് ഒഴിവാക്കിയത്. മഹാന്മാരറിയില്ല, അങ്ങനെയാണല്ലോ. നമ്മളെപ്പോലെ അല്ലല്ലോ. അതാണ് CM മൊയ്ലിയുടെ മൂത്രമൊഴിക്കാനിരുന്ന്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടാവും, അതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മേത്തെ മൂത്രമൊഴിക്കണേന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് ചെന്ന് അങ്ങനെ ആളെന്നെ എത്രയോ എണ്ണം അന്ന് പറഞ്ഞ്, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അന്ന് തൊട്ടാണ് അവിടെ മൗലൂദ് വെച്ചത്. CM മൗലൂദാണ് മൗലൂദ് വെച്ചത്. അന്ന് തൊട്ട് പിന്നെ അവിടെ ആണ്ടിൽ മൗലൂദ് വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഒരു തലയെക്കെട്ട് കിട്ടിയ നല്ല മൊയ്ലിയാർ, നല്ല ഐശ്വര്യമുണ്ട് കാണാൻ ഐശ്വര്യമുണ്ട്. കിൻഡൽ കണക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല പഴയ ആലിമീങ്ങളുടെ തലയെക്കെട്ടുണ്ട്, വാലിട്ട് തലയെ കെട്ടിയിട്ടുണ്ട്, ഒക്കെ കൊള്ളാം. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നിട്ട് ഒരാൾ ഇന്റർവ്യൂ ചെയ്യുക, അയാളോട് അയാൾ പറയണതാണ് ഈ കഥ. ഈ CM അബൂബക്കർ മുസ്ലിയാർ നാലാം വളവിൽ വയനാട്ടിൽ മൂത്രം ഒഴിച്ചപ്പോൾ ഖബറയുടെ പുറത്ത് ഔലിയ, അടുത്ത സ്ഥലത്ത് ഉച്ചരോട് നീങ്ങി മൂത്രം ഒഴിച്ച് അവിടെയും മക്ബറ, അച്ഛനോട് മുന്നിൽ അവിടെയും ഔലിയ. ഇവരുടെ ഒക്കെ ഖബറ് മൂത്രത്തോടു കൂടെ പ്രത്യക്ഷപ്പെട്ടു ആ ഖബറുകൾ. അങ്ങനെ അവിടെ ഒരു 10-40 എത്ര ഖബറുണ്ടെന്ന് അറിയില്ല.
ഈ മുരിയാർക്ക് ഇന്റർവ്യൂവിൽ പറയുന്ന ആളും പറയണില്ല എത്രയുണ്ടെന്ന്. ഏതായാലും കുറെ ഖബറുകൾ അവിടെ ഉണ്ടായി. ആ ഖബറുകളൊക്കെ അടയാളപ്പെടുത്തി അവിടെ മൗലിദ് കഴിപ്പിച്ച് അവിടെ നേർച്ച ഉണ്ടാക്കിയത് CM അബൂബക്കർ മുസ്ലിയാറാണ് എന്നാണ് ഈ വീഡിയോയിൽ ഈ കാഫില എന്ന് പറയുന്ന കളവ് പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിൽ നിന്നും ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഹോൾസെയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ ഇയാളോട് ഇന്റർവ്യൂവിലൂടെ ചോദിച്ച് ഇദ്ദേഹം പറയുന്ന പച്ച കള്ളം ഇതാണ്. വയനാട്ടിൽ നാലാം വളവിൽ അവിടെ അന്ന് മുമ്പ് ഖബറൊന്നും, ഇപ്പൊ അവിടെ ഖബറുണ്ട്, നേർച്ചയുണ്ട്, ഇത് മൗലിദുണ്ട്, ആണ്ടുണ്ട്, അനുസ്മരണമുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ മഖബറൊക്കെ ഉണ്ടായത്? മടവൂർ മൂത്രം ഒഴിച്ചപ്പോൾ. ആ മൂത്രക്കരാമത്ത് പറയാനാണ് ഇപ്പം ഞാൻ വന്നത് സുഹൃത്തുക്കളെ. ഇങ്ങനെ മൂത്രക്കരാമത്തും മലത്തിൻ്റെ കറാമത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇതിനെ നശിപ്പിച്ച് ഇതിലല്പം വിശ്വാസമുള്ള ആളുകളുടെ വിശ്വാസമൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ഏത് ജൂതന്റെ ഏജന്റാണ് ഇവര് എന്നാലോചിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കൊപ്പം നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.